ഹലോ ഡിയേഴ്സ്, വളരെ സന്തോഷത്തോടാണ് ഞാൻ ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ വാട്സപ്പ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിറ്റിയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി നോക്കണം, ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്രയും നാൾ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയത്. ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു സക്സസ് വന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തി ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജോബ് സെറ്റായതായിരിക്കാം, അല്ലെങ്കിൽ കരിയർ സെറ്റായതായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ ഒരു വ്യക്തിയുടെ ചുറ്റുമുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രപ്പോസൽസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും വേണ്ട, തനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷനാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. കാരണം അവരെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ആ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് നേരത്തെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിനോ ഒന്നും തയ്യാറല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ എനർജി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അതായത് ഓൾറെഡി എൻഡായിപ്പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ, പക്ഷേ ഇപ്പോൾ അതിലൊരു ഗ്രോത്ത് കൊണ്ടുവരണം, അതിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം അത് എങ്ങനെ ശരിയാക്കാം, അതായത് നിങ്ങളുടെ ആ ഒരു ഓൾറെഡി എൻഡായി പോയ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലമായിട്ട് അകന്നു കഴിയുന്നവർ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ ആ ഒരു പാസ്റ്റ് ആക്ഷൻസ് എല്ലാം തന്നെ മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ മിസ്റ്റേക്കുകളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ഗാഢമായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിലൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രസ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. കാരണം അവർ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് മറ്റാർക്കും പിടികിട്ടുകയില്ല. അവരെപ്പോഴും ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് വളരെയധികം ജീവനായിരിക്കാം. പക്ഷേ അവർ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ മാറിയതായിട്ടാണ് കാണുന്നത്.
ഇപ്പോൾ ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധമാണ് ഈ ഒരു പേഴ്സണ് വന്നിരിക്കുന്നത്. അത് കാരണം തൻ്റെ ജീവിതം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നല്ല ബോധ്യമാണുള്ളത്. ചിലപ്പോൾ ഇത്രയും നാൾ ആ ഒരു വ്യക്തിയുടെ ജീവിതഗതി മാറ്റിമറിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് എത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. കാരണം നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ആയിരിക്കാം. എന്തായാലും വളരെയധികം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ ഒരു സൈക്കിൾ എൻഡ് ആയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻഡായ സമയത്ത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് വേദനകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു കഷ്ടകാലം പിടിച്ച സമയങ്ങളെല്ലാം അവസാനിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ അവസാനിച്ച സമയത്ത് തന്നെ എന്തൊക്കെയോ മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട് ആ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ആ ഒരു വ്യക്തിക്കും ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ഹൃദയവേദനയാണ് ഈ ഒരു സമയം ആ ഒരു വ്യക്തി അനുഭവിക്കുന്നത്. കാരണം നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു സമയം വളരെ വാല്യുബിളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നില്ലേ എന്നുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതും. കാരണം ഈ ഒരു സൈക്കിൾ എൻഡായ സമയത്ത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് അവരുടെ വിഷ് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം, അല്ലെ നിങ്ങളുടെ വിഷ് എന്താണോ അത് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതാണ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് തരുന്നതാണ്, അതായത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തീകരിക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെയധികം സങ്കടത്തിലാണ്. കാരണം നിങ്ങളോട് ചെയ്ത എല്ലാ മിസ്റ്റേക്കുകൾക്കും ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധവും നിരാശയുമാണുള്ളത്. എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ തനിച്ചാണെന്നാണ് കാണുന്നത്. കാരണം ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ലൈഫിനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ആക്ഷൻ എടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ് ആ ഒരു വ്യക്തി. അത് കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എല്ലാ സിറ്റുവേഷനിൽ നിന്നും, അതായത് ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നും വിട്ടിട്ട് ആ വ്യക്തി വളരെയധികം സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ് കാണുന്നത്. എന്തായാലും നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ഓർമ്മകളാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാർഡൂടെ നോക്കട്ടെ. ഈ ഒരു പേഴ്സൺ
നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്നുള്ള ആ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളിലേക്കൊരു പ്രൊപ്പോസലായിട്ട് എത്തണം, ഒരു ഓഫറായിട്ട് എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഉള്ള ഓഫറായിരിക്കാം ഈ ഒരു വ്യക്തി തരാനായിട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന ഗൈഡൻസ് എന്തെന്നാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാർഡോടെ നോക്കട്ടെ. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുകയും, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നതിനും കാരണമായി തീരുന്നതാണ്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആവാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് വേണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് ഇത് നടക്കും. അതായത് ഒരു നെഗറ്റീവ് തോട്ട്സും പാടില്ല. വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ എനർജിയും കൂടെ ഒന്ന് നോക്കുവാണേ. നിങ്ങളിപ്പോൾ ഏത് എനർജിയിലാണ്? ഇവിടെ നിങ്ങളുടെ എനർജിയും നോക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സൺ എനർജിയും നോക്കുമ്പോഴും ദി വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അകന്ന് കഴിയേണ്ട സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഈ ഒരു സൈക്കിളിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ഒരു സൈക്കിൾ എൻഡ് ആവുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ലെസൺസ് എടുക്കുകയും, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിനെ പറ്റിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഇനി ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത്. പഴയ കാര്യങ്ങളെല്ലാം അവിടെ വിടുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു എനർജിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുക. അല്ലാതെ നമ്മൾ പഴയ കാര്യങ്ങളും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പുതിയ സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊന്നും നിങ്ങൾ പുതിയ ഒരു സൈക്കിളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കട്ടെ. അനിഴം നക്ഷത്രം, പൂരം നക്ഷത്രം, ലെറ്റർ പി, 1976, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, മേടം മന്ത്, തേഴ്സ്ഡേ, ചോതി നക്ഷത്രം, ഡ്രൈവർ, മകരം മന്ത്, മകയിരം നക്ഷത്രം, സെപ്റ്റംബർ മന്ത്, 21, മൈസൂർ, മൂന്നാർ, സെൻസിറ്റീവ്, അശ്വതി നക്ഷത്രം, കന്നി, റോസ് ഫ്ലവർ, ഹെൽത്ത് ഇഷ്യൂസ്, കുവൈറ്റ്, 1977, 3 weeks, 1983, accountant, you can trust, letter S, January, 1994, 1999, number 15, 1987, കണ്ണൂർ, number 17, എറണാകുളം, violet color, butterflies, yes possible, 2002, within 48 hours, 1998, number 18, October month, 26, 64, magenta color, വൃശ്ചികം നക്ഷത്രം, ഷാർജ,
തിരുവാതിര നക്ഷത്രം, ഭരണി നക്ഷത്രം, ഫെബ്രുവരി, നമ്പർ 5, ലെറ്റർ R, ലെറ്റർ H, 27, സോഷ്യൽ മീഡിയ 2019, നമ്പർ 8, നമ്പർ 60. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഷോർട്ട് ഹെയർ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.